കടുത്ത വരൾച്ചയും പിന്നാലെ എത്തിയ പെരുമഴക്കാലവും ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. നൂറുകണക്കിന് ഏക്കർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചു. ഇതോടൊപ്പം വിലയിടിവും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കുരുമുളക്, തേയില, കാപ്പി തുടങ്ങിയ നാണ്യവിള കർഷകരും സമാന അവസ്ഥയിലാണ്. കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ വർഷം ഒരു കൊത്തേല 5-6 ഏലക്കായ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഒരു കാ പോലും കാണാനില്ലാത്ത അവസ്ഥയിലാണ്. രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു വൻ വിളയായതുകൊണ്ട് ഇതിനെ പ്രത്യേകമായി പരിഗണിച്ച് ബഡ്ജറ്റിൽ കൃത്യമായ ഒരു മാർഗരേഖയുണ്ടാക്കി ഏലകർഷകരെ സംരക്ഷിക്കാനുള്ള ഒരു പാക്കേജ് കൊണ്ടുവരണമെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. സുരേഷ് ഗോപി ടൂറിസം സഹമന്ത്രിയായതിനാൽ ടൂറിസം മേഖലയിൽ മികച്ച പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുമെന്നും ഇടുക്കി ജനത കരുതുന്നു. ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം പാക്കേജ് ഈ ജില്ലയിൽ പ്രഖ്യാപിച്ച് അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളായിട്ടും ഗവൺമെന്റ് മുന്നോട്ട് പോകണം. അതിനുള്ള ഫണ്ട് കൂടി ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും നാളെയുടെ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായി നിലകൊള്ളാൻ പോകുന്നത് ഈ ടൂറിസമാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയ്ക്ക് അതിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയും. സഞ്ചാരികളെ ആകർഷിക്കാൻ കൂടുതൽ പദ്ധതികൾ ഒരുക്കുന്നതിനൊപ്പം റോഡ് വികസനവും കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കി ജനത. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.